എൻ്റെ പേര് റിയ. ഞാൻ എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് 13 നവംബർ 2022 അന്ന് മമ്മി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ നേഴ്സാണ്. ഇതുപോലെ OET അതിന് മുമ്പ് ഒരു തവണ ഞാൻ എഴുതിയിരുന്നു. പക്ഷെ 2 മോഡ്യൂളെ കിട്ടുള്ളൂ, 2 പോയി. അപ്പം മമ്മി പറഞ്ഞു അടുത്ത എക്സാമിന് മുൻപ് ഉടമ്പടി എടുത്തിട്ട് പോയി OET എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 ദിവസം കഴിഞ്ഞ് December 2 എനിക്ക് എക്സാമിന് പോകുമ്പം ഇതുപോലെ ഉടമ്പടി എടുത്ത ഒരു ധൈര്യത്തിനാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇപ്പോൾ ഇതിന് മുൻപത്തെ കുട്ടി പറഞ്ഞ പോലെ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കാശ് രൂപ ഇതുപോലെ കൊന്തയിലിട്ട് കഴുത്തിലിട്ടുകൊണ്ട് പോയി. എക്സാം ഹോളിൽ ചെന്ന് എൻ്റെ ടേബിളിൽ പോയിരുന്നപ്പം അവിടെ ആരോ എഴുതി വെച്ചിട്ടുണ്ട് പെൻസിലുകൊണ്ട്, കൃപാസന മാതാവെ കാത്തോളണേന്ന്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. ഫസ്റ്റ് മോഡ്യൂള് എഴുതി. ലിസണിങ് ആയിരുന്നു, ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് എഴുതിയ എക്സാമൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷേ കിട്ടിയില്ല. രണ്ടാമത് എഴുതിയപ്പം ഭയങ്കര ടഫ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം എക്സാം ആദ്യത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതുപോലെ തലയ്ക്ക് കൈയും കൊടുത്ത് ഞാൻ അവിടെ ഇരുന്നു. താഴോട്ട് ടേബിളിലോട്ട് വീണ്ടും നോക്കി. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് കൃപാസന മാതാവ് കാത്തുകൊള്ളും എന്നാണ് ഞാൻ രണ്ടാമത് വായിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വായിച്ചത് കാത്തുകൊള്ളേന്നാണ്, രണ്ടാമത് വായിച്ചപ്പോൾ കാത്തുകൊള്ളൂ എന്ന് കണ്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു, മാതാവ് കാത്തുകൊള്ളും. അപ്പം ടഫായിരുന്നതൊക്കെ ഞാൻ വിട്ടു. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് എഴുതാമെന്ന് വിചാരിച്ച് എഴുതി. പക്ഷേ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എല്ലാം ടഫായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എക്സാം എല്ലാം ടഫായിരുന്നു, ഇനി ഞാൻ ജയിക്കുമോയെന്ന് മാതാവിൻ്റെ കയ്യിലാണ്, മാതാവ് കാത്തുകൊള്ളൂ എന്നൊക്കെ കണ്ടു. അപ്പോൾ മാതാവ് എന്നെ കാത്തുകൊള്ളും, ഞാൻ ജയിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഇതുപോലെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അയർലൻഡിന് ഈ കുട്ടി പറഞ്ഞ പോലെ അയർലൻഡിന് ഇതുപോലെ ഭയങ്കര പ്രോസസ്സിങ് ടൈമാണ്. അപ്പോൾ എക്സാം ഞാൻ പാസ്സായി. അവിടെ ഒരു ഡിസിഷൻ ലെറ്റർ എന്നും പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് അതിന് സബ്മിറ്റ് ചെയ്തു. എനിക്ക് മുൻപുള്ള ആൾക്കാർ വരെ, എൻ്റെ മുൻപൊക്കെ നടന്നിരുന്നവരൊക്കെ കുറേ നാളെടുത്തിട്ടാണ് ഈ DL ഒക്കെ കിട്ടിയിരുന്നത്. പക്ഷെ എനിക്കെന്തോ ഒരു മാസത്തിനുള്ളിൽ DL കിട്ടി. DL കിട്ടുമെന്ന് ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബയോഡേറ്റയൊക്കെ കറക്റ്റാക്കി വെച്ചിരുന്നു. DL കിട്ടി. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ എല്ലാ ഏജൻസിക്കും ബയോഡേറ്റ അയച്ചു കൊടുത്തു. ബയോഡേറ്റ അയച്ചു കൊടുത്ത് സെക്കൻഡ് ഡേ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ തന്നെ ഞാൻ പാസ്സായി. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ ഈ കുറേ പേപ്പേഴ്സ് അയച്ചു തരും ഏജൻസീസ്, അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എനിക്ക് കൺജക്റ്റവൈറ്റിസ് വന്നു. കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര വേദനയായിട്ടിരിക്കുക. ആ കണ്ണും വെച്ച് ഞാൻ ആ ഫോം എല്ലാം ഫില്ല് ചെയ്തു. എന്നിട്ട് അതെല്ലാം അയച്ചു. ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിനും മാതാവിൻ്റെ കാശ് രൂപം വെച്ചിട്ട് ഞാനിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം നന്നായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം AWS വർക്ക് പെർമിറ്റ് കിട്ടാനുള്ളതാണ്. അതും ഇതിന് മുൻപത്തെയൊക്കെ 2-3 മാസം എടുത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് 2-3 ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പം വിസയും വന്നു, അതും പെട്ടെന്ന് കിട്ടി. ഒരിടത്തും റിജക്ഷനൊന്നും വന്നില്ല. ഇപ്പോൾ വിസയും കഴിഞ്ഞിപ്പം January 16 ഞാനും പോവാണ് അയർലൻഡിന്. അപ്പോൾ ഇതും ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം മമ്മി എന്നോട് പറഞ്ഞു നീ ഉടമ്പടിയിൽ എഴുതണം ഒരു 3 മാസത്തിനുള്ളിൽ ജോലി ശരിയാവണം എന്ന് എഴുതണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസക്കുറവായിരിക്കാം, മമ്മി 3 മാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 4 മാസം എന്ന് എഴുതി. പക്ഷെ മമ്മി ഉടമ്പടിയിൽ 3 മാസം എന്ന് തന്നെ എഴുതിയിരുന്നു. മമ്മി പുതുക്കിയതിൽ മമ്മി പറഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിയും കിട്ടി. ഇപ്പം ഞാൻ January 16 അയർലൻഡിന് പോവുകയാണ്. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ UK അപ്പോൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ OSCE എക്സാം പാസ്സാവണം. അപ്പോൾ അവൾ ഇതുപോലെ ഫസ്റ്റ് ടൈം ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ ഫെയിലായി. രണ്ടാമത്തെ ഇതിന് ഞാനിതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അവളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. അവളും എന്നും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ രണ്ടാമത് എഴുതിയ അറ്റംപ്റ്റിൽ പാസ്സായി. അങ്ങനെ ഇപ്പം നേഴ്സായിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞ് 2 മാസം മുൻപ്. പിന്നെ മൂന്നാമത് എൻ്റെ വീട്ടിലെ കിണറിൽ ഇതുപോലെ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം കലക്കവെള്ളമായി ചെളിവെള്ളമായി പോവുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അടുത്ത വീട്ടിൽ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരും വന്ന് ഇതെന്താണ് ഇങ്ങനെ കലങ്ങുന്നതെന്ന് നോക്കാൻ പലരെയും വിളിച്ചു. പലരും വന്ന് കണ്ടു. പലരും പല സജഷൻസ് പറഞ്ഞു. സൈഡ് അറ്റം മുഴുവൻ മണ്ണ് മാറ്റിയിട്ട് അവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്യണം. അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു. അവർ പറഞ്ഞതൊക്കെ ചെയ്തു. എന്നിട്ടും വെള്ളത്തിന് മാറ്റമില്ല. കിണർ തേകണമെന്ന് പറഞ്ഞു. കിണർ തേകി. എന്നിട്ടും മഴ പെയ്ത് കഴിയുമ്പം വീണ്ടും വെള്ളം കലങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഉടമ്പടിയിൽ എഴുതി ഈ വെള്ളം നേരെയാക്കി തരണേന്ന്. അങ്ങനെ വീട്ടിൽ ചെന്നു. ഈ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കിണറ്റിലിട്ടു. വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിൽ കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം മഴ പെയ്തപ്പം വെള്ളം കലങ്ങിയിട്ടില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ കലക്കമൊക്കെ നിന്നു. ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കിണറ്റിൽ.
പിന്നെ മൂന്നാമത് ഞാൻ അമ്മയും വീട്ടിൽ കുറച്ച് കൃഷി പയറൊക്കെ നടാനുള്ള കുറച്ച് പേര് പണിയിലായിരുന്നു. അപ്പം എങ്ങനെയോ തൂമ്പ എൻ്റെ മാലയെ കൊണ്ട് മാല വിട്ടുപോയി, താലി എവിടെയോ തെറിച്ചു പോയി. ഞാനും അമ്മയും കുറേ നേരം തപ്പി, അവിടെ എല്ലാം നടന്ന് പറമ്പിലാണ്, എവിടെയാണ് പോയതെന്ന് അറിയത്തില്ല. കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും സെർച്ച് ചെയ്തു താലിക്ക് വേണ്ടി. പക്ഷെ താലി കിട്ടിയില്ല. കുറേ കഴിഞ്ഞ് പോയി കാണുമെന്ന് വിചാരിച്ചു. ഇനി അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനി സെർച്ച് ചെയ്യണ്ട, നമുക്ക് പോവാം, നമുക്ക് ഇനി പോയി കാണും. എവിടെ പോയി നോക്കാനാ, കുറേ ഇടമെല്ലാം നോക്കി കിട്ടിയില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പോയി ഇതുപോലെ ഉപ്പെടുത്തോണെന്ന് അവിടെ ഇട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതൊന്ന് കാണിച്ചു തരണേ, താലി എവിടെയാണെങ്കിലും. ഇപ്പം നമ്മൾ ആദ്യത്തെ താലി പോയി ഇനി വേറൊരെണ്ണം വാങ്ങിച്ച് ഇടുന്നതല്ലോ, ആ താലി തന്നെ കയ്യിലുള്ളതല്ലേ എപ്പോഴും നല്ലത്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉപ്പിട്ടിട്ട് ഞാൻ റൂമിൽ പോയി, എപ്പോഴെങ്കിലും കാണിച്ചു തരും എന്ന് വിചാരിച്ച് റൂമിൽ പോയി. അപ്പോൾ റൂമിൽ ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ്, എനിക്ക് വിൻഡോയിലൂടെ ഞാൻ താഴോട്ട് നോക്കിയാൽ കാണാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ വരുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കും അങ്ങനെ എന്തെങ്കിലും എവിടെയാണ് താലിയെന്നൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ വിൻഡോയിൽ കൂടെ താഴോട്ട് നോക്കിയപ്പം 2 ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് വന്ന ഒരു കുഞ്ഞു ബട്ടർഫ്ലൈസ് പറന്ന് വന്ന ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പറക്കുന്ന കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി അവിടെ കാണും താലി. അന്നേരമൊന്നും ഞാൻ ഓടിപ്പോയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിച്ചു അവിടെ താലിയുണ്ട്, താഴെ ചെല്ലുമ്പം നോക്കിയെടുക്കാം എന്ന് അവിടെ മാതാവ് എനിക്ക് കാണിച്ചു തന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴെ ചെന്നപ്പം അമ്മ എനിക്ക് മുമ്പേ പോയി നോക്കിയായിരുന്നു വീണ്ടും ഒന്നുകൂടെ. അപ്പോൾ അമ്മ പോയി നോക്കിയപ്പോൾ അമ്മയ്ക്ക് ആ സ്ഥലത്തു നിന്ന് തന്നെ എൻ്റെ താലി കിട്ടി. ഞങ്ങളത് കുറേ നേരം അവിടെ സെർച്ച് ചെയ്ത് അവിടെ എല്ലാം, പക്ഷെ അന്നേരം ഒന്നും കിട്ടിയില്ല. അമ്മ ചെന്ന് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മയുടെ മുമ്പിൽ താലി കിടന്ന് കിട്ടി. അങ്ങനെ ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അങ്ങനെ ഇതിനെല്ലാം മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ജനുവരി 16 ഇങ്ങനെ അയർലൻഡിന് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ചെന്നിട്ടും ഇനിയും കോഴ്സുകളുണ്ട്, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, അതുകൂടെ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഞാനിതുപോലെ അവിടെ അടുത്ത് ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോമാണ്, പ്രൈവറ്റായിട്ടൊരു ചേട്ടനും ഒരു ആൻറ്റിയും നടത്തുന്നതാണ്. അപ്പോൾ അവിടെ പോയി ഇതുപോലെ ഫുഡൊന്നും അവിടെ കൊടുക്കേണ്ടെന്ന് അവർ പറഞ്ഞു. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി തരുവാണെങ്കിൽ അവർക്ക് കുറേ ദിവസം യൂസ്ഫുൾ ആണല്ലോ. നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ ഒരു നേരത്തേക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ രോഗികളായിട്ട് പലരും സഹായങ്ങൾ ചോദിച്ചു വരുന്നവർക്കൊക്കെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം എല്ലായിടത്തും ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കും. എല്ലാവരോടും മാതാവിനെ പറ്റി പറയാറുണ്ട്, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഈ കുട്ടി പറഞ്ഞ പോലെ ഞാനും OET പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളോടൊക്കെ പറയും, അത് പലരും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ് കുട്ടികളെല്ലാം. അവരോടൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി, ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അവരും പലരും ഇവിടെ വന്ന് എനിക്ക് മുൻപേ വന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തത്.